Good morning. Good morning. PDF കാണാമോ? Yes, okay. Yes, good morning. എന്തൊക്കെയുണ്ട്? സുഖാണോ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാണ്. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? മനസ്സിലായല്ലേ പരീക്ഷ എങ്ങനെയായിരിക്കുമെന്ന്? പഠിച്ചെല്ലാം കവർ ചെയ്തിട്ടായിരുന്നു എക്സാം എഴുതിയത്? കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം ലീവ് ആയിരുന്നു, അതാണ് കാണാൻ കേട്ടോ. മനസ്സിലായില്ലേ? സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ് മനസ്സിലായില്ലേ? എക്സാമിന്റെ എങ്ങനെയാണെന്ന്? ഓക്കെ. യെസ്, ഇപ്പോ ഓക്കെ, ശരി. നമ്മള് ഇനിയിപ്പോ തേർഡ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലെ. ടീച്ചേഴ്സ് തുടങ്ങിയിട്ടുണ്ടാവും ചാപ്റ്റേഴ്സ്. ടീച്ചർ തേർഡ് മൊഡ്യൂളില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബാക്കിയുള്ള ടീച്ചേഴ്സ് കയറിയപ്പോ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഈ ഒരു തേർഡ് ഫോർ മൊഡ്യൂൾസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കി എടുക്കാനേ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഒന്ന് നിങ്ങളും കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്. ലാസ്റ്റ് എക്സാം 3ഉം 4ഉം മൊഡ്യൂൾ കഴിയുമ്പോ അപ്പൊ മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. തേർഡിനും 4നും ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. മോഡൽ എക്സാം ഉണ്ടാവും. ഓരോ മൊഡ്യൂൾസ് മോഡൽ ആയിട്ട്, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ്, ഫോർത്ത്, അതിന്റെ മോഡൽ ഉണ്ടാവും. ദെൻ ലാസ്റ്റ് ഒരു മെയിൻ എക്സാം. 4 പാർട്ടിൽ നിന്ന് മെയിൻ എക്സാംസ്. ഓക്കെ, അങ്ങനെ എനിക്ക് എക്സാമിന് സ്ട്രക്ചർ അത് ലാസ്റ്റ് ടൈം ആവുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 3 നമുക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ HRM, മനുഷ്യവിഭവങ്ങളാണ് അല്ലെ. യെസ്, എന്ത് കാര്യം ചെയ്യണമെങ്കിലും എന്തായിക്കോട്ടെ, ഒരു പ്രോജക്റ്റ് ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവിടെയൊക്കെ എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സസ് വേണം. മനുഷ്യവിഭവങ്ങൾ ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ക്ലാസ്സിലാണോ ശാന്ത? അല്ലല്ലോ. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസറ്റ്സ് തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് കുറെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്നതിനെ പറ്റി, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സൗണ്ട് വരുന്നുണ്ടോ? അപ്പുറപ്പുറമൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട്, അതായിരിക്കാം. എന്റെ ശബ്ദം ഒട്ടും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? Okay, നോക്കാം. In order to achieve the organizational goals, which are mostly like to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedures, or guidelines.
In order to achieve the organizational goals, which are most likely to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedures, or guidelines. അതായത് നമ്മള് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെ? അതെങ്ങനെയായിരിക്കും നടത്തിക്കുന്നത്? അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു മോട്ടീവായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ലെ? പ്രോഫിറ്റ് നേടുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. പ്രോഫിറ്റ് നേടാന്നുള്ളത് അതിന്റെ ലക്ഷ്യമാണെങ്കിലും അതിന്റെ പുറകിലായിട്ട് പ്രോഫിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിൽ നടത്തേണ്ടി വരും അല്ലെ? ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ കടന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സംഘടനയ്ക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് എന്താണ് കുറെ നയങ്ങൾ തയ്യാറാക്കും അല്ലെ? നിരവധി പോളിസീസ് തയ്യാറാക്കും, പ്രോഗ്രാംസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്, ഇതെല്ലാം തയ്യാറാക്കിയതിനു ശേഷം എന്താണ്, അതായത് സംഘടനാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ്, റൂൾസ്, റെഗുലേഷൻസ് എന്നിവ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ തയ്യാറാക്കപ്പെടുന്നു. എന്നിവ കംപ്ലീറ്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രോഗ്രാംസ് വേണം, പോളിസീസ് ഉണ്ടായിരിക്കണം, അതിന് കറക്റ്റ് ആയിട്ട് റൂൾസ് വേണം, റെഗുലേഷൻസ് വേണം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ലെ? ഒരു കമ്പനി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ഏത് തരം ഓർഗനൈസേഷൻ ആണോ അവിടെ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അവിടെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ്, പോളിസീസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, പ്രോട്ടോകോൾസ് അല്ലെ എന്നിവ അടങ്ങിയിട്ടായിരിക്കുള്ളൂ ആ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ ഒരു ഓർഗനൈസേഷന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പറയുന്ന ഒരു കൂട്ടം നിയമങ്ങളാണ് ഒരു ഓർഗനൈസേഷൻ തയ്യാറാക്കപ്പെടുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ് ഇത് പോളിസീസ്, പ്രോഗ്രാംസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായോ? ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. അതാണ് ആ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. Then 4 types of resources in an organization. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ 4 പ്രധാനപ്പെട്ട വിഭവങ്ങളുണ്ട്, 4 റിസോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഇതൊക്കെയാണ് പണം, മെറ്റീരിയൽസ്, മെഷീൻസ് അല്ലെ? മെഷീൻസ് അല്ലെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെൻ. മെഷീനറിനെ നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നു. മെന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യനെയാണ് നമ്മൾ മനുഷ്യ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 റിസോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്തു പോകാം കേട്ടോ. മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഓക്കെ, യെസ്. An organization cannot accomplish their objectives without human efforts. Managing the human component is the pivotal as most important task because all else depends on how well it is done. എന്താണോ മെസ്സേജ് അയച്ചത്? ഫോറോ മനസ്സിലായില്ല കേട്ടോ. ശ്രീലക്ഷ്മിന്റെ പറഞ്ഞേ. 4 4 types of resources എന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ലടോ താൻ എന്താ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 4 മെറ്റീരിയൽസ്, 4 റിസോഴ്സസ് എന്തെന്നാണ് പറഞ്ഞത് അല്ലെ? ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ cannot accomplish their objectives without human efforts. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് കൈവരിക്കണമെങ്കിൽ അവിടെ ആര് വേണം? നിർബന്ധമായിട്ടും ഹ്യൂമൻ എഫേർട്സ് ഇല്ലാതെ അല്ലെങ്കിൽ
മനുഷ്യന്റെ പ്രയത്നമില്ലാതെ ഹ്യൂമൻ എഫേർട്സ് ഇല്ലാതെ നമുക്കൊരു ഓർഗനൈസേഷന്റെയും ഒബ്ജക്റ്റീവ്സ് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. മെഷീൻസിനെ മാത്രമാണോ, മെഷീൻ കൊണ്ട് നമുക്ക് ഓർഗനൈസേഷൻ നടത്താൻ പറ്റുമോ? മെഷീൻസുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പറ്റോ? ഇല്ല, സാധിക്കില്ല. അപ്പോ എന്താണ്, ഓർഗനൈസേഷൻ cannot accomplish their objectives without human efforts. അപ്പൊ മനുഷ്യ പ്രയത്നമില്ലാതെ ഒരു ഓർഗനൈസേഷനും അതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിർബന്ധമായിട്ടും ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഓക്കെ, managing the human component is the pivotal and most important task because all else depends on how well it is done. നമ്മൾ പറഞ്ഞു, മനുഷ്യപ്രയത്നം കൂടാതെ ഒരു ഓർഗനൈസേഷനും കംപ്ലീറ്റ് ആവില്ല. ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ എന്താണ്, ഇതിനെ മാനേജ് ചെയ്യാം, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൂടിയാണ് എന്ത്, ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവങ്ങളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നോളൂ. ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് മനുഷ്യ വിഭവങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ നടന്നുകൊള്ളും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്തിനെയാണ്, ഹ്യൂമൻ റിസോഴ്സസിനെയാണ്. ഓക്കെ, എന്താണ് ഈ പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്, there are 4 resources in an organization. ഒരു ഓർഗനൈസേഷന് പ്രധാനമായിട്ടും 4 റിസോഴ്സസ് ആണുള്ളത്, 4 വിഭവങ്ങൾ. ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഇനി an organization cannot accomplish their objectives without human efforts. ഒരു ഓർഗനൈസേഷന് മനുഷ്യ പ്രയത്നം കൂടാതെ അവർക്ക് ഒരു ഒബ്ജക്റ്റീവ്സും കൈവരിക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, മാനേജിംഗ് ദ ഹ്യൂമൻ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്കുമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ടാസ്ക് കൂടിയാണ് എന്ത്, മനുഷ്യ പ്രയത്നത്തിൽ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മള് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത പാരഗ്രാഫുകളിലൂടെ നമുക്ക് മനസ്സിലാകാം. ഓക്കെ, ഈ സെക്കൻഡ് പാരഗ്രാഫ് ക്ലിയർ ആണോ? യെസ്. As a result, the managers have a prime responsibility not only for the behavior and performance of other people, but also of their own department. The greater the commitment of the members to organizational goals, the greater is the degree of effectiveness with which the organization works. Okay. ഇനി ഒരു ഓർഗനൈസേഷൻ എന്തായാലും കൺട്രോൾ ചെയ്യുന്നത് ഒരു മാനേജിംഗ് പവർ ആയിരിക്കും, ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഉള്ളത് മാനേജ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, തന്നെ ഹോൾ ഡിപ്പാർട്ട്മെന്റിലെ ആ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജറിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബിഹേവിയർ മാത്രമാണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സസ് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ എന്താണ്, പല ഡിപ്പാർട്ട്മെന്റ്സിലുണ്ട് അല്ലെ, പല ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, പല ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആയിരിക്കും അല്ലെ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ HOD ആയിരിക്കും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുള്ളൂ. മൊത്തം കാര്യങ്ങൾ എന്ത്, ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേട്ടോ, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അവരുടെ ബിഹേവിയർ അടക്കം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, HOD ആയിരിക്കും. The greater the commitment to the members to the organization goal, the greater is the degree of effectiveness with which organization works. പിന്നെന്താണ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ മനുഷ്യ വിഭവശേഷി പ്രധാനമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അവര് കൂടി വിചാരിക്കണമെന്ന് തന്റെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് ആര് കൂടി വിചാരിക്കേണ്ടതുണ്ട്,
സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമായിരിക്കുള്ളൂ നമുക്ക് ആ ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ സക്സസിലേക്ക് നീങ്ങില്ല, അവർക്ക് ഒരു പ്രോഫിറ്റ് അവിടെ ഉണ്ടാകില്ല. ഓക്കെ, യെസ്. അപ്പൊ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ആർക്ക് വർക്ക് ചെയ്യാനും സാധിക്കണം, ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷനെ അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഹ്യൂമൻ റിസോഴ്സിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മാനേജേഴ്സ് ആയിരിക്കും. ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്ന മാനേജേഴ്സ് ആയിരിക്കുള്ളൂ ഹ്യൂമൻ റിസോഴ്സസിനെയും അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? തേർഡ് പോയിന്റ്, തേർഡ് പാരഗ്രാഫ്. Then human resources or people are the major component of an organization. Underline cheyatta your sentence. Human resources or people at work, the major component of an organization. Appo oru organization the major component ennu parayunnathu aarana? Organization the major component. ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, HR അല്ലെങ്കിൽ പീപ്പിൾ അല്ലെങ്കിൽ മാൻ പവർ എന്നൊക്കെ പല പേരിൽ നമുക്ക് പറയാം. യെസ്, അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ മേജർ കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സസ്. അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഓക്കെ, it is this human resources which is the most important in the success of any organization, because most of the problem in organization settings are human and social rather than physical, technical or economic. It is the human resources which is the most important in the success of any organization. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഏറ്റവും അഭികാമ്യമായിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അവർ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ബിക്കോസ് most of the problems in organization settings are human and social rather than physical, technical or economical. നമ്മുടെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ പ്രോബ്ലം, ടെക്നിക്കൽ പ്രോബ്ലത്തിനേക്കാൾ കൂടുതൽ ഏതിൽ നിന്നാണ് ഒരു പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത്? ഹ്യൂമൻ അല്ലെ, ഹ്യൂമൻ പ്രോബ്ലംസ് ആണ്. അതായത് ടെക്നിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റ് പ്രോബ്ലംസോ ഒന്നും അല്ല. അവിടെ പ്രധാനമായിട്ട് വരുന്നത് എന്താണ്? മാനുഷികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കുള്ളൂ പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കുന്നത്. ടെക്നിക്കൽ പ്രോബ്ലം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ തീർക്കാൻ സാധിക്കും. ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താണ്? അതിന് ഏകദേശം ഒരു പരിധി വരെ നമുക്ക് തീർക്കാം. പക്ഷെ ഹ്യൂമൻ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യാൻ, ഈ ഹ്യൂമൻ വിഭവങ്ങളെ, മനുഷ്യ വിഭവങ്ങളെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടാണ്? അടുത്ത പോയിന്റ്സിലേക്ക് വരുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് ഡിഫിക്കൽട്ട് ആയ ഒരു പ്രോസസ് ആണെന്ന് പറയാൻ കാരണം. The individuals who are at workplace show not only similar behavior patterns and characteristics to a certain degree, but they also show many differences in behavior. നമ്മള് മനുഷ്യരുടെ സ്വഭാവം എല്ലാവരും ഒരേപോലെയാണോ? ആണോ? അല്ല, ഡിഫറെന്റ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? പ്രത്യേകമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. വ്യക്തി വ്യത്യാസങ്ങളുള്ളവരാണ് എല്ലാ മനുഷ്യരും. ഡിഫറൻസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മീൻസ് വ്യക്തി വ്യത്യാസങ്ങൾ. ഇപ്പൊ നമ്മുടെ ബിഹേവിയർ വ്യത്യാസമുണ്ട്. തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്, ആസ്പിറേഷൻസ്, ദെൻ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഇന്റലിജൻസ് ബേസിസിൽ എല്ലാത്തിലും നമുക്ക് എന്തുണ്ട്? ബിലീഫ്സ്, നമുക്ക് പല വിശ്വാസങ്ങൾ വ്യത്യാസമാണ്, പല ഐഡിയാസും, പല രീതിയിൽ മനുഷ്യർ എന്താണ്? വ്യത്യസ്ത ഹാബിറ്റ്, ശീലങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ ഇപ്പൊ ട്വിൻസിനെ കണ്ടാൽ പോലും, നമ്മൾ ട്വിൻസിനെ കാണുന്ന സമയത്ത് ഒരേപോലെ ഫീൽ ചെയ്യും അല്ലെ. ട്വിൻസിനെ കാണുമ്പോൾ അപ്പിയറൻസിൽ ഒരേപോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവരിലുള്ള വ്യത്യാസങ്ങള് കാഴ്ചയിൽ മാത്രം നമുക്ക് ഒരേപോലെ സിമിലാരിറ്റി തോന്നാമെങ്കിലും അവരുടെ തോട്ട്സ് വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ഫിസിക്കൽ ഫീച്ചേഴ്സിൽ അവർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരാളും ഒരാളെ പോലെയല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. അത് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിഹേവിയർ പാറ്റേൺസ് ആണ്. പല ബിഹേവിയർ ഉള്ളവരാണ് ഒരു ഓർഗനൈസേഷൻ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലുള്ള 35 സ്റ്റുഡൻസ് ഉണ്ട്. 35 സ്റ്റുഡൻസിന് എന്താണ്? 35 ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും അല്ലെ. 35 പെരുമാറ്റ രീതികൾ ഉള്ളവരാണ് ഒരു ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.
ഇതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ. പക്ഷെ ഒരു ഓഫ്ലൈനിലാണെങ്കിൽ എന്താണ്, അവിടെ പരസ്പര അഭിപ്രായങ്ങൾ വരും, വഴക്ക് വരും, ചേർച്ച ഉണ്ടാവും, പക്ഷെ ഹാപ്പി ആയിട്ട് പോകും. പലതരത്തിലുള്ള ഇമോഷൻസ് ആണ് നിങ്ങൾ കൈകാര്യം ചെയ്യും. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പല ബിഹേവിയർ പാറ്റേൺസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പലരും വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ വ്യത്യസ്ത ബിഹേവിയർ പാറ്റേൺസ് എന്നുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലെ. അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ആണ്. Then each individual who works has its own set of needs. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറയും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും എന്താണ് പ്രത്യേക ആവശ്യങ്ങളാണുള്ളത് അല്ലെ. എന്തൊക്കെയായിരിക്കും അവരുടെ ആവശ്യകതകൾ എന്ന് പറയുന്നത്? ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ജോലിക്ക് പോകുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ജോലിക്ക് പോകുന്നത് അല്ലെ. യെസ്, ഇവിടെ എന്താ പറയുന്നത്? Yes, individual who works has its own set of needs, drives, goals, and experience. Each human being is a product of his biological inheritance as well as a result of interaction with his environment. നമ്മളെല്ലാവരും എന്താണ്, എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മളെല്ലാവരും എവിടെയാണ് ജീവിക്കുന്നത്? ഒരു എൻവയോൺമെന്റിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഒരു പാരിസ്ഥിതിക ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. യെസ്, അപ്പൊ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? എൻവയോൺമെന്റിലെ പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നുണ്ട്. നമ്മള് പ്രകൃതിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. മനുഷ്യൻ എന്ന ഒരു വ്യക്തി പ്രകൃതിയുമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞാല്? ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞ എന്താ? ഇടപെടുക. ഓക്കെ, രണ്ട് സെക്കൻഡ്. ഒരു സെക്കൻഡ് കേട്ടോ, ആരും പോവല്ലേ. ഓക്കെ, കേൾക്കാമോ? യെസ്. Yes, each human being is a product of his biological inheritance as well as a result of interaction with his environment. അപ്പൊ നമ്മളെല്ലാവരും ഒരു ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്, നമ്മുടെ ജൈവശാസ്ത്രപരമായിട്ടൊരു എൻവയോൺമെന്റിന് ചുറ്റുമാണ് നമ്മളെല്ലാവരും വസിക്കുന്നത് അല്ലെ. അവിടെ നമുക്ക് പരസ്പരം പ്രകൃതിയുമായിട്ടും ഒരു ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, യെസ്, ആ ഒരു ബയോളജിക്കൽ ഇൻഹെറിറ്റൻസിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് അവിടെ സംഭവിക്കുന്നത്. People come to the workplace with some specific motives. അപ്പൊ നമ്മൾ എവിടെ ജോലി ചെയ്താലും നമുക്ക് പോകുന്നത്, നമ്മൾ എവിടെ ജോലിക്കാണെങ്കിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറെ മോട്ടീവ്സ് ഉണ്ട്. മോട്ടീവ് മീൻസ് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എയിം ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രധാന ലക്ഷ്യം? നമ്മൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? എന്തിനാണ് നിങ്ങൾ ഇപ്പൊ ഈ കോഴ്സ് പഠിക്കുന്നത്? കോഴ്സ് പഠിക്കുന്നത് എന്തിനാണ്? ടു എ മണി അല്ലെ, ജോലി നേടാനായിട്ട്, പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള മോട്ടീവ്സ് ഉണ്ട് അല്ലെ. നല്ലൊരു ജോലി, നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ജോലിക്ക് പോകുന്നത്. ഓക്കെ, ലൈഫ് സെറ്റിൽ ആക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രധാന മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഹ്യൂമൻസ് അല്ലെങ്കിൽ റിസോഴ്സസ് വരുന്നതിന്റെ പ്രധാന കാരണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മോട്ടീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്തൊക്കെയാണ് അവരുടെ സ്പെസിഫിക് മോട്ടീവ്സ് എന്ന് പറയുന്നത്?
ടു ഏൺ മണി അല്ലെ, അണ്ടർലൈൻ ചെയ്ത് വെക്കോളൂ കേട്ടോ. സ്പെസിഫിക് മോട്ടീവ്സ് എന്തൊക്കെയാണ് ഹ്യൂമൻസിന്റെ? ടു ഏൺ മണി, ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, to have better prospects in future, to be treated as a human being while they are at the place of work. പ്രധാനമായിട്ടും 3 സ്പെസിഫിക് മോട്ടീവ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി അല്ലെ, അതാണ് ഏറ്റവും പരമപ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ വേണം അല്ലെ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൈസ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ജീവിക്കണം, നന്നായി ജീവിക്കണമെങ്കിൽ എന്താണ്? പൈസ ഒരു അത്യാവശ്യമായ ഘടകമാണ് അല്ലെ. അതില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അപ്പൊ അത് ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് എല്ലാവരും. യെസ്, അപ്പൊ സ്പെസിഫിക് മോട്ടീവ്സിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? ടു ഏൺ മണി, പണം സമ്പാദിക്കുക. അതുപോലെ തന്നെ ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്. ഇതാണ് ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്. ടു ഗെറ്റ് എംപ്ലോയ്മെന്റ് ജോബ് അല്ലെ, നല്ലൊരു ജോലി വേണം അല്ലെ, നല്ലൊരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ to have better prospects in future. Third one എന്താണ്? To have better prospects in future. അടുത്ത മോട്ടീവ് എന്ന് പറഞ്ഞ എന്താണ്? ഭാവിയിൽ നമുക്ക് മികച്ച സാധ്യതകൾ ഉണ്ടാവുക. അത് നമ്മുടെ ഒരു സ്പെസിഫിക് മോട്ടീവ് ആണ് അല്ലെ. നമുക്ക് ഫ്യൂച്ചറിനെ കൊണ്ടൊരു കാഴ്ചപ്പാടുണ്ടാക്കില്ല. ഭാവിയിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ ലൈഫ് ഇങ്ങനെ പോകണം എന്നുള്ള ഒരു ഫ്യൂച്ചർ ഒരു ലൈഫ് എങ്ങനെ സെറ്റിൽ ചെയ്യണമെന്ന് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കി. ഓക്കെ, ഇതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ. ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഭാവി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഒരു സ്പെസിഫിക് മോട്ടീവ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഭാവിയെ കുറിച്ച് നല്ല ധാരണയുണ്ടോ? നിങ്ങളുടെ ഭാവി ലൈഫൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങളോ? അതെ അല്ലെ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. യെസ്, പക്ഷെ പ്ലാൻ ചെയ്താൽ മാത്രം മതിയോ? നമ്മള് കുറെ പ്ലാനിങ്ങുകൾ ഉണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നടക്കാത്തത്? നമ്മൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അല്ലെ. നമ്മൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നടക്കാത്തത്. നമ്മൾ വർക്ക് ചെയ്ത് നോക്കൂ, മാക്സിമം വർക്ക് ചെയ്ത് നോക്കൂ, നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ഹാർഡ് വർക്ക്. അടുത്ത മോട്ടീവ് എന്താണ്? ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീയിങ് വൈൽ ദേ ആർ അറ്റ് ദ പ്ലേസ് ഓഫ് വർക്ക്. ഇനി നാലാമത്തെ മോട്ടീവ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ബി ട്രീറ്റഡ് ആസ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഏത് രീതിയിലായിരിക്കണം അവർ പരിഗണിക്കേണ്ടത്? ഏത് രീതിയിലായിരിക്കണം? സെൽഫ് റെസ്പെക്ട്. പിന്നെ അതിലുപരി ഹ്യൂമൻ ബീയിങ് ആണ് അല്ലെ, മനുഷ്യനാണെന്നൊരു പരിഗണന ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെ. യെസ്, ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ളൊരു പരിഗണന. ഏത് വർക്കാണോ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണനയിലായിരിക്കണം നമ്മള് ആ വർക്ക് പ്ലേസിൽ നമ്മളോട് പെരുമാറേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ മൃഗങ്ങളെ പോലെ ചൂഷണം ചെയ്യുന്ന ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ പോയി പണിയെടുക്കും അവിടെ? നമ്മുടെ ആടുജീവിതത്തിലെ പൃഥ്വിരാജ് അനുഭവിച്ച സിറ്റുവേഷൻസ് കണ്ടില്ലേ നിങ്ങള്? സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. അവിടെ പൃഥ്വിരാജിനെ ഒരു മനുഷ്യനായിട്ട് അവർ കാണുന്നുണ്ടോ? ഒരിക്കലും കാണുന്നില്ല അല്ലെ. മൃഗത്തിനേക്കാളും തുല്യ, അതിനേക്കാളും താഴ്ന്നൊരവസ്ഥയിലാണ് ആ ഒരു ജോലി ആൾക്ക് കൊടുക്കുന്നത്. യെസ്, ആസ് എ ക്യാമൽ അല്ലെ. യെസ്, വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? ശ്രീലക്ഷ്മി. വെരി ഗുഡ് അല്ലെ. ഒരു ഒട്ടകത്തിനേക്കാളും കഷ്ടമായിരുന്നു പക്ഷേ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഒട്ടകത്തിന് പോലെ ഇത്രയും സിറ്റുവേഷൻസ് വരില്ല. ഓക്കെ, അതിലും കഷ്ടമായിരുന്നു പൃഥ്വിരാജിന്റെ അവസ്ഥ. അപ്പൊ നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നിടത്ത് മാത്രമായിരിക്കും നമ്മൾ ജോലി ചെയ്യുക. അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവാണ്. ഓക്കെ, അതിൽ കടന്നാലും അതിൽ ചൂഷണം ചെയ്യുന്ന ആർക്കും ഇപ്പൊ നമ്മൾ ചില ന്യൂസിലൊക്കെ കേൾക്കാറില്ല, വർക്ക് പ്രഷർ മൂലം ചിലർ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ കേൾക്കാറില്ലേ? ഈ അടുത്ത് വരെ ഒരു കുറെ ന്യൂസസിൽ വരുന്നുണ്ട്. IT ഫീൽഡിൽ അങ്ങനെ ടാർഗറ്റ് വെച്ചുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര പ്രഷർ ആയിരിക്കും. യെസ്, അത് മനുഷ്യരാണോ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ഓവറായിട്ടുള്ള വർക്ക് പ്രഷേഴ്സ് കൊടുത്തിട്ടാണ് അവരുടെ ജോലി ലഭിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ മോട്ടീവ്സ് എന്തൊക്കെയാണ്? പീപ്പിൾ കം ടു വർക്ക് പ്ലേസ്. ഒരു വർക്ക് പ്ലേസിൽ പോകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് കരുതുന്ന നമ്മുടെ 4 മോട്ടീവ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ടു ഏൺ മണി, പണം സമ്പാദിക്കുക. അതുപോലെ തന്നെ ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, to have better prospects in future, and to be treated as a human being. Yes,
അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മനസ്സിലായോ? സ്പെസിഫിക് മോട്ടീവ്സ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? യെസ്. They sell their labor for reasonable wages or salary and other benefits. These people provide the knowledge and much of energy by which organization objectives are fulfilled. The management must therefore be aware not only the organization but also employee and self-needs. They sell their labor for reasonable wages and other benefits. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം എന്തായിരിക്കും? സാലറി ആണ് അല്ലെ? സാലറി. നിങ്ങൾക്ക് എത്ര അക്ക ശമ്പളത്തിൽ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം? ആഗ്രഹമല്ലേ? പറഞ്ഞോളൂ. എത്ര അക്ക ശമ്പളത്തിൽ ജോലി ചെയ്യണം? 5 അക്ക ശമ്പളം അല്ലെ? ഓക്കെ, അതിലേക്ക് എത്താൻ പറ്റട്ടെ അല്ലെ? അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ 5 കഴിഞ്ഞ എത്ര അക്ക 5 ഫിഗേഴ്സ്. ഓക്കെ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടോ നല്ല ശമ്പളത്തിലൂടെ ജോലി ചെയ്യാനായിട്ട്? പക്ഷെ കിട്ടണ്ടേ ജോലി അല്ലെ? കിട്ടുന്നില്ല. എത്ര കിട്ടിയാലും നല്ലതാണ്. നമുക്ക് എത്ര പൈസ കിട്ടുന്നു അത്രയും സന്തോഷം. വെറുതെ ഇരുന്നാ കിട്ടുന്ന പൈസ ഉണ്ടോ അല്ലെ? വെറുതെ ഇരുന്നാ കിട്ടുന്ന പൈസയുള്ള ജോലി അറിയാമോ ഏതാണെന്ന്? അറിയോ? ഏത് ജോലിയാണ് വെറുതെ ഇരുന്നിട്ട് പൈസ നേടാൻ പറ്റുന്നത്? അങ്ങനെ ഒരു ജോലി ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ജോലി ഇല്ല അല്ലെ? അറിയില്ലെന്നല്ലോ. അങ്ങനെ ജോലി ഇല്ല. ഇപ്പൊ യൂട്യൂബേഴ്സ് ആണെങ്കിലും വീഡിയോ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അവര് വർക്ക് ചെയ്തിട്ടാണ് പൈസ കിട്ടുന്നത്. അവര് വെറുതെ ഇരുന്ന് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവര് വർക്ക് ചെയ്യുന്നില്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടന്റുകൾ കണ്ടിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ യൂട്യൂബ്സിന് പോലും വരുമാനം കിട്ടുന്നത്. ഓക്കെ, യെസ്. വെറുതെ കൊതിച്ചിട്ടില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഈ ലോകം എങ്ങനെയായിട്ടും അതിന് ഓക്കെ കണ്ടെത്താം. പക്ഷെ ഉണ്ടാവായിരിക്കും അല്ലെ? നിങ്ങൾ തന്നെ സ്വമേധയാ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ശരിയാവും ഇപ്പൊ. ഓക്കെ, yes. They sell their labor for reasonable wages, salary and other benefits. അപ്പൊ നമ്മളെല്ലാവർക്കും എന്താണ് ബെനിഫിറ്റ്സ്? സാലറി മാത്രമല്ല, സാലറി കൂടെ മറ്റു ബെനിഫിറ്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? മറ്റു ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും മറ്റു ബെനിഫിറ്റ്സുകള്? ഒരു സ്ഥാപനത്തിന് നമുക്ക് സാലറി മാത്രമായിരിക്കും കിട്ടുന്നത്. PF ഉണ്ടായിരിക്കും, പിന്നെ ബോണസ് കിട്ടും അല്ലെ? ബോണസ് കിട്ടും, ESA ഉണ്ടായിരിക്കും, പിന്നെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും, ഇൻഷുറൻസ്, ഇൻസെന്റീവ്സുകള്, ഇൻസെന്റീവ്സ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഫെസ്റ്റിവൽ അലവൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റ് ബെനിഫിറ്റ്സിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്താം. സാലറി മറിച്ച് മറ്റ് ബെനിഫിറ്റ്സുകളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ എന്തൊക്കെ മെറ്റേണിറ്റി അലവൻസ് കൊടുക്കുന്നുണ്ട്. ശരിയാണ്. These people provide the knowledge and much of the energy by which organization objectives are fulfilled. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അവരുടെ പ്രോഫിറ്റ് നേടുന്നതിനായിട്ട് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ആഗ്രഹവും അതോടൊപ്പം തന്നെ നമ്മുടെ ഊർജവും അല്ലെ, നമ്മുടെ എനർജിയും അവിടെ ചെലവാക്കിയതിനു ശേഷമാണ് ആ ഒരു ഓർഗനൈസേഷൻ അവിടെ അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ പണിയെടുക്കുന്ന ആരാണ്? ഇപ്പൊ ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്ന എല്ലാ ജീവനക്കാരും എന്താണ്? ആത്മാർത്ഥമായിട്ട് അവരുടെ നോളജും അല്ലെങ്കിൽ എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്തതിനു ശേഷമാണ് ആ ഒരു ഹോസ്പിറ്റൽ നല്ല നിലയിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാത്ത പക്ഷം എന്താണ്? അങ്ങനെ വർക്ക് ചെയ്യുന്നില്ലാത്ത ഹോസ്പിറ്റൽസിലാണ് എന്താണ് സക്സസീവ് ആവാതെ അവർ പുറകിലേക്ക് പോകുന്നത്. ഇപ്പൊ എവിടെ വർക്ക് ചെയ്താലും നമ്മളുടെ അറിവും എനർജിയും ഒരേപോലെ ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടെ നമ്മുടെ കംപ്ലീറ്റ് എനർജീസ്, അതാണ് കംപ്ലീറ്റ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാർഡ് വർക്ക് ആണ് അല്ലെ? ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷൻ നമ്മൾ വിജയിപ്പിക്കുന്നത്. ഓക്കെ, the management must therefore be aware not only of the organization but also employee and self needs. എന്താ അവർ പറയുന്നത്? എന്താ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്?
അപ്പൊ ഒരു ഓർഗനൈസേഷൻ എന്ത് അറിഞ്ഞിരിക്കണം, എന്തിനെ കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എംപ്ലോയീസിന്റെ സെൽഫ് നീഡ്സിനെ പറ്റി, അവരുടെ സ്വന്തം ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് അവരുടെ അവരുടെ കമ്പനിക്ക് വേണ്ടി ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ ആവശ്യകതകൾ ഉണ്ടെന്ന് അവരുടെ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം അല്ലെ. എംപ്ലോയീസിന്റെ സെൽഫ് നീഡ്സ് എന്തൊക്കെയാണെന്നുള്ള അവയർനെസ് ആർക്ക് ഉണ്ടായിരിക്കണം? മാനേജ്മെന്റിന്. ഏതൊരു കമ്പനിയാണോ അതിന്റെ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. അവർക്ക് എന്തൊക്കെ ആവശ്യകതകളുണ്ട് അതും കൂടി പരിഗണിച്ചിട്ടായിരിക്കണം നമ്മള് ഹ്യൂമൻ റിസോഴ്സസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും മനുഷ്യര് മൃഗത്തെ പോലെയല്ല അവിടെ കാണേണ്ടത്. അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് വേണം മാനേജ്മെന്റ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. യെസ്, വാട്ട് ദേ ആർ ആൻഡ് വാട്ട് ദേ വാണ്ട്. അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. യെസ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ അവയർനെസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്? തന്റെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർ അത്രയും നോളജും എഫേർട്ടും എടുക്കുന്നത് കൊണ്ട് നമ്മൾ അവരുടെ സെൽഫ് നീഡ്സ് കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യുന്നത്. യെസ്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന് ഏറ്റവും പ്രധാന കമ്പോണന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പൊ ഹ്യൂമൻസിന്റെ പ്രോബ്ലംസ് ആണ് മറ്റ് ടെക്നിക്കൽ പ്രോബ്ലംസിനേക്കാളും ഏറ്റവും വലുതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻ പ്രോബ്ലംസ് ആണ്. ഇനി ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ബിഹേവിയർ പാറ്റേൺസ് ഉള്ള ആളുകളാണ്. യെസ്, അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ഹ്യൂമൻ പവർ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമാണോ? അല്ല, അല്ലെ. മനുഷ്യന്റെ പവർ, ഹ്യൂമൻ എനർജി എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമാണ്. അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, യെസ്. എന്താണ് ഡിഫറെന്റ് ബിഹേവിയർ പാറ്റേൺസ് ഉള്ള മനുഷ്യരാണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അത്തരം ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി അവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക നീഡ്സ് ആവശ്യകത അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ ഓർഗനൈസേഷനിലേക്ക് ജോലിക്കായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള മോട്ടീവ്സ് ഉണ്ടായിരിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള മോട്ടീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുന്നത്. ഒന്ന്, earn money, to get employment, to have better prospects future and to treat it as a human being. എന്നീ 4 കൺസിഡറേഷൻ പ്രധാനമായിട്ട് അവർക്ക് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള മോട്ടീവ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് സാലറി മാത്രമല്ല മറ്റ് ബെനഫിറ്റ്സുകളും കൃത്യമായ രീതിയിൽ ലഭ്യമാകുകയും വേണം. മാത്രമല്ല എന്താണ് ഒരു ഓർഗനൈസേഷൻ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ നോളജും അതോടൊപ്പം തന്നെ എനർജീസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ എന്താണ് മാനേജ്മെന്റ് അവരുടെ സെൽഫ് നീഡ്സിനെ കുറിച്ചിട്ട് ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ സെൽഫ് നീഡ്സിനെ കുറിച്ചിട്ട് മാനേജ്മെന്റ് അവയർനെസ് ഉള്ളവരായിരിക്കും വേണം. ഓക്കെ, അവരുടെ ആവശ്യകതകൾ എന്താണ് എന്നുള്ളത് നടത്തി കൊടുക്കുക വേണം എന്നതാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? യെസ്, ഓക്കെ. നോക്കാം. നെക്സ്റ്റ്, it is a very important and challenging job in managing people because of the dynamic nature of people. Dynamic nature underline cheyo. Dynamic nature underline cheyata. It is very important and challenging job in managing people because of the dynamic nature. നമ്മൾ കുറെ നേരം എന്ന് പറയുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാണ്? ഡൈനാമിക് നേച്ചർ കൊണ്ട്. എന്താണ് ഡൈനാമിക് നേച്ചർ എന്ന് പറയുന്നത്? ഒരാള് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലെ. ചലനാത്മകമായിട്ടുള്ള സ്വഭാവമാണ് അവർക്ക് ഓരോ മനുഷ്യനുള്ളത്. ഒരു ഓർഗനൈസേഷനിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ സ്വഭാവം 10 ആയിരിക്കും അല്ലെ. അത് എപ്പോ വേണമെങ്കിലും നമുക്ക് ഇമോഷൻസ് എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് എപ്പോ വേണമെങ്കിലും നമുക്കിത് മാറാം. ബിഹേവിയർ ചേഞ്ചസ് എപ്പോ വേണമെങ്കിലും. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. യെസ്, ഇപ്പൊ മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആള് തന്നെ ഇപ്പൊ നിങ്ങൾ മൈ ബോസ് സിനിമ കണ്ടിട്ടുണ്ടോ? മൈ ബോസ് ദിലീപിന്റെ മമത മോഹൻലാൽ അതില് മമതയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഹെഡാണ് അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ ഹെഡാണ്, ഓഫീസ് ഹെഡാണ്. പുള്ളിക്കാരി ഇങ്ങനെയാണ് അതിൽ ബിഹേവ് ചെയ്യുന്നത്. ഭയങ്കര റൂഡാണ്, റഷ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലെ. യെസ്, കറക്റ്റ്. അഞ്ജലി റൂഡാണ് അല്ലെ. ബാക്കിയുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ബാക്കി സ്റ്റാഫുകളെയൊക്കെ അത്ര പേടിപ്പിച്ചിട്ടാണ് നിർത്തുന്നത്. അവർക്ക് എല്ലാവർക്കും പണിയെടുപ്പിച്ച് കൊല്ലിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഒരു രാക്ഷസി എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം. ഓക്കെ, അത് പക്ഷെ ഒരു തെറ്റായൊരു രീതിയാണ് കാണിക്കുന്നത് അല്ലെ.
അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയായിരുന്നു. കാരണം അവര് മാക്സിമം വർക്ക് ചെയ്യുന്നവരോട് പോലും നല്ല രീതിയിൽ പോലും ബിഹേവ് ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യേണ്ട ഒരാളാണ് മാനേജർ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ബിഹേവിയർ അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് കാണിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ഒരു ഓർഗനൈസേഷനുള്ള വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണെന്നുള്ളത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊരു ചാലഞ്ചിങ് ജോബ് തന്നെയാണ്, അല്ലെ? ഓരോരുത്തരും ചിലവരിപ്പോ ഇടയ്ക്ക് ജോലി എന്നൊക്കെ നിർത്തി പോകുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് കുറെ കഴിയുമ്പോൾ ചിലപ്പോ മാനേജറിനെ ചീത്ത വിളിച്ച് ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ്? നമുക്ക് ചിലപ്പോ വർക്ക് പ്രഷർ പറ്റുന്നുണ്ടാവില്ല, കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ട് നമ്മൾ സിങ്ക് ആവില്ല. പലരും പല നാട്ടിൽ നിന്ന് വന്നവരായിരിക്കും, പല സ്വഭാവങ്ങളുള്ളവരായിരിക്കും, അല്ലെ? ആ, ശ്രീലക്ഷ്മി പോയിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് അങ്ങനെ തന്നെ അനുഭവം ഉണ്ടാവും. ഞാൻ തോന്നിയിട്ടുണ്ട്, അല്ലെ? ആ, എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മി അവിടെ പോരാൻ കാരണം? അവരുടെ വർക്ക് പ്രഷർ മൂലമാണോ, അല്ലെങ്കിൽ എന്താണ്? ഓക്കെ, ബ്ലൂയിൻ ചിപ്പ് എന്ന കമ്പനിയിൽ നിന്ന്, അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഡൈനാമിക് നേച്ചർ എന്ന് പറയുമ്പോൾ ചലനാത്മകമായിട്ടുള്ള സ്വഭാവമാണ്. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ കുറെ പേരുണ്ടെങ്കിൽ എന്താണ്, അത് മാനേജ് ചെയ്യാനൊന്നും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശ്രീലക്ഷ്മി പോലും മാനേജർക്ക് ഹറാസ്മെന്റ് സഹിക്കാൻ പറ്റാതെയാണ്. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നം പോലും ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നമുക്ക് പേഴ്സണലി ബുദ്ധിമുട്ട് വരുന്നുണ്ടാവാം, സ്റ്റാഫ് കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്? ഡൈനാമിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ, അല്ലെ? അപ്പൊ അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്ന ചാപ്റ്റർ പഠിക്കുന്നത്. എങ്ങനെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാം? മാനേജ് ചെയ്യുന്ന കാരണം എന്താണ്? അവരുടെ ഡൈനാമിക് നേച്ചർ ആയതുകൊണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ മാനേജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, not two people are alike. People cannot be operated like a machine or shifted and alerted like a template in a room layout. No two people are alike. People cannot be operated like a machine or shifted and alerted like a template in a room layout. നമുക്ക് മനുഷ്യരെ മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ തിരിയാൻ പറ്റുമോ? ഓക്കെ ശ്രീലക്ഷ്മി, ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായി. ഹറാസ്മെന്റ് എന്ന് പറഞ്ഞത് മനസ്സിലായി. ഓക്കെ, മനുഷ്യന് നമുക്ക് മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ്സ് ഒക്കെ ചെയ്യും, ടെംപ്ലേറ്റ് ടൈപ്സ് ഓഫ് പലതരത്തിലുള്ള ടെംപ്ലേറ്റുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ ഒന്നും എന്താണ് മനുഷ്യരെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഹ്യൂമൻ ബീങ്, അല്ലെ? മനുഷ്യരാണ്. നമുക്ക് മെഷീൻസിന് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ചിലപ്പോൾ അത് തിരിച്ച് നമുക്ക് ചെയ്യും, നമ്മൾ പറയുന്ന പോലെ തന്നെ തിരിച്ചത് അതിന്റെ റിസൾട്ട് തരും. പക്ഷെ മനുഷ്യർ അങ്ങനെ കൊണ്ടുവരാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ? കാരണം നമ്മുടെയൊക്കെ സ്വഭാവം അത്ര നല്ലതല്ല, അല്ലെ? നമുക്ക് പല ഇമോഷൻസ് ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സ്വഭാവം മാറുന്നവരാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെഷീൻസിനെ പോലെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഡൈനാമിക് നേച്ചർ ആണുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങളിങ്ങനെ ഓഫ്ലൈനിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്വഭാവം അറിയില്ല, അല്ലെ? ഓഫ്ലൈനിൽ ഇരിക്കുന്നത് അറിയില്ല. പക്ഷെ നിങ്ങൾ കുറെ പേര് സംസാരിച്ചു തുടങ്ങിയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും, ശ്രീലക്ഷ്മി ഇങ്ങനെയാണ്, ശരണ്യ എങ്ങനെയാണെന്നൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, അപ്പൊ ഞാനും വേറൊരു കാര്യം പറയട്ടെ. ഈ ക്ലാസ്സില് ഈ ബാച്ചിൽ നിങ്ങൾ മാത്രമാണ് അധികം സംസാരിക്കാത്തത് കേട്ടോ. ബാക്കി ഞങ്ങൾ പഠിപ്പിച്ച ക്ലാസ്സിൽ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു. നിങ്ങൾ മിണ്ടില്ല, നിങ്ങൾ മിണ്ടാതിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ തന്നെ മാത്രം എന്തെങ്കിലും മിണ്ടോളൂ. പക്ഷെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. നമ്മൾ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ പറയണം, എന്തെങ്കിലുമൊക്കെ പറയാം. ബർത്ത്ഡേക്ക് എന്തെങ്കിലും അതൊക്കെ ഒന്ന് പറയാം, അപ്പൊ നമുക്ക് വിഷ് ചെയ്യാം. അങ്ങനെയൊക്കെയല്ലേ ഒരു നല്ല ക്ലാസ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ മിണ്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ മോശക്കാരെന്നല്ല കേട്ടോ പറഞ്ഞു. നിങ്ങൾ അധികം സംസാരിക്കാറില്ല, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രം എന്തെങ്കിലും പറയാറുള്ളൂ. അങ്ങനെ പറഞ്ഞാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഇല്ലേ? ജോബ് സാറിന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്, അല്ലെ? ഇനി ശരിയാക്കാൻ പറ്റില്ലടോ. ഇനി 3 and 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇത് ഇൻട്രൊഡക്ഷൻ ഭാഗമായതുകൊണ്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് കഴിയുമ്പോ മിണ്ടാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. Okay, yes.
They therefore need active handling by management personnel. Manpower management is most pivotal job because managing people is the heart and essence of being a manager. It is concerned with any activity that relates to human elements or relations in organization. Unless the human element is taken into consideration, and business cannot succeed. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പേഴ്സണൽ മാനേജ്മെന്റ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ. അതായത് പേഴ്സണൽ ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതായത് എങ്ങനെയാണ്? അതായത് അവർ തന്ത്രപരമായിട്ട് കൈകാര്യം, പ്ലാറ്റ്ഫുള്ളി മീൻസ് എന്താണ്? തന്ത്രപരമായിട്ട് പേഴ്സണലി അവരെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്ങനെയാണ്? Manpower management is most pivotal job because managing people is the heart and essence of being a manager. എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണ്? അതായത് ഹ്യൂമൻ പവർ, മാൻ പവർ എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ജോലിയാണ് അല്ലെ. അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാത്തതാണ്, ഒരു കമ്പനിയുടെ ഹെഡിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഏറ്റവും പ്രഷറാണ് അല്ലെ, ഏറ്റവും ബുദ്ധിമുട്ടാണ്. കാരണം പല ആൾക്കാരാണ് തന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് ഓഫീസിൽ കുറെ സ്റ്റാഫുകളുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫുകളുണ്ട്, ഇവിടെയൊക്കെ സ്റ്റാഫുകളുണ്ട്. പിന്നെ മെയിൻ ഹെഡ് ആയിട്ടുള്ള ആൾക്ക് ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്? ആ ഒരു സ്ഥാപനം ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരെ പേഴ്സൺ മാനേജ്, മാൻ പവറിനെ മാനേജ് ചെയ്യാൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഓർഗനൈസേഷൻ നല്ല സക്സസിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ആണ് ആര്? മാൻ പവർ എന്ന് പറയുന്നത്. ഹാർട്ട് ആൻഡ് എസൻസ് ഓഫ് ബീങ് എ മാനേജർ എന്ന് പറഞ്ഞ എന്താ? ഈ ജോബിൽ ഈ മീനിങ്ങിൽ എന്താ പറയുന്നത്? മാനേജിങ് പീപ്പിൾ ഇസ് ദ ഹാർട്ട് ആൻഡ് എസൻസ് ഓഫ് ബീങ് എ മാനേജർ. എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കി, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നോക്കി. Manpower management is most pivotal job because managing people is heart and essence of being a manager. എന്തായിരിക്കും അവിടെ സൂചിപ്പിക്കുന്നത്? മാൻപവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയുമാണ്. അതോടൊപ്പം തന്നെ എന്താണ്? ആളുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എസൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ, മാൻപവർ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് മാനേജറാണ്. അവിടെ പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ മാനേജർ ആയിരിക്കും അല്ലെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ജോലി കൂടിയാണ് മാൻപവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. It is concerned with any activity that relates to human elements or relations in organization. എന്താണ്? അതായത് ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു പ്രവർത്തനത്തെയും എന്ത് ബാധിക്കുന്നുണ്ട്? നമ്മളെ ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും താറുമാറാവും. ഓക്കെ, അതായത് മനുഷ്യർ നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മാനേജ്മെന്റ് ഉണ്ടാകുള്ളൂ അല്ലെ. മാൻ പവർ ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനായിരിക്കണം ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാൻ പവറിനാണ്. മാൻ പവർ ഒരുമിച്ച് ചേർന്നാൽ മാത്രം ഓർഗനൈസേഷന്റെ ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അവരുടെ കഴിവും അവരുടെ എന്തൊക്കെ കഴിവുകളാണ് അവർക്കുള്ളത്, എന്തൊക്കെ സ്കിൽസ് അവർക്കുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്. Unless the human elements is taken into consideration, a business cannot succeed. അപ്പൊ അവർക്ക് എന്തൊക്കെ കഴിവുണ്ട് ഇത് മനസ്സിലാക്കാത്ത വിധത്തില് പെരുമാറുകയാണെങ്കിൽ എന്താണ്? ആ ഓർഗനൈസേഷൻ സക്സസ് ആവില്ല. അതിന് പകരം ഹ്യൂമൻ റിസോഴ്സിന് എത്രത്തോളം എബിലിറ്റീസ് ഉണ്ട്, എത്രത്തോളം സ്കിൽസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗനൈസേഷനെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, കമ്പനീസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിന് സക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഓക്കെ,
യെസ്, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടി വായിച്ചു നോക്കണം കേട്ടോ, ഫ്രീ ആവുന്ന സമയത്ത്. ഇപ്പൊ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളാണ്. യെസ്, ഇനി ഈ ഒരു ചെറിയ ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്? There are 3 standpoints. മൂന്ന് തരത്തിലാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഒന്ന് സോഷ്യൽ സിഗ്നിഫിക്കൻസ്, then പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. ശ്രദ്ധിക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സിന് നമ്മളെ 3 പോയിന്റ്സിലൂടെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതായത് 3 ഫാക്ടർ, 3 രീതിയിൽ എന്തിന് പ്രാധാന്യം വരുന്നുണ്ട്. ഒന്ന് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. എന്താണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ increases their dignity by satisfying their social needs. Proper management of personnel increases their dignity by satisfying their social needs. എന്താണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്? സാമൂഹ്യ പ്രാധാന്യം എന്താണ് പ്രധാനമായിട്ടും? നമ്മള് ഓരോ പേഴ്സൺസിനെയും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? എന്തായിരിക്കും ഉണ്ടാവുന്നത്? സാറ്റിസ്ഫൈഡ്. അവരുടെ ആവശ്യങ്ങൾ, സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ അവർക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിഗ്നിറ്റി ഉണ്ടാവും. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്നിറ്റി അന്തസ് അല്ലെ? സൊസൈറ്റിയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും നമുക്ക്. അതുപോലെ മാത്രമല്ല, ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് എന്തായിരിക്കും? ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരിക്കും. പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് നടക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്തായിരിക്കും? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അവർക്കൊരു അന്തസ്സുള്ള ഒരു ജോലിയുമായിരിക്കും. അന്തസ്സോടെ അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഡിഗ്നിറ്റിയോടെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് എന്താ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആണ് എന്താ? പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസ് ദയർ പേഴ്സണൽ ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകളെയാണ് കേട്ടോ. മാൻ പവറിനെയാണ് പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ഇൻക്രീസസ് ദയർ ഡിഗ്നിറ്റി ബൈ സാറ്റിസ്ഫൈങ് ദയർ സോഷ്യൽ നീഡ്സ്. അതായത് വ്യക്തികളെ നമ്മൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുകയാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്ത് മാനേജ് ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ എന്താണ്? അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, സോഷ്യൽ സിഗ്നിഫിക്കൻസ്. അതായത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ, ഓരോ ആവശ്യങ്ങളും സാറ്റിസ്ഫൈഡ് ആകുന്നതോടെ അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് അന്തസ്സ് വർദ്ധിക്കും അല്ലെ? അവരുടെ ഡിഗ്നിറ്റി വർദ്ധിക്കുന്നു. ഓക്കെ, മനസ്സിലായത്? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? യെസ്, ഓക്കെ, അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല. ഇച്ചിരി കൂടി ഒന്ന് പോയി കഴിയുമ്പോ ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇവിടെ 2 ഡെഫിനേഷൻസ് കുറച്ച് ടഫാണ്. അപ്പൊ ടീച്ചർ ഇതില് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് മറ്റൊരു ഡെഫിനേഷൻ പറഞ്ഞുതരാം. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ചിലതില്, നിങ്ങൾക്ക് ആ മീനിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ഒരു ഡെഫിനേഷൻ അതേപോലെ ബൈഹാർട്ട് ആക്കി പഠിച്ചു വെക്കണം കേട്ടോ. പറഞ്ഞു തരാം നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ചോദിക്കട്ടെ. What are the 4 types of resources in an organization? പറഞ്ഞോളൂ ശ്രീലക്ഷ്മി. Money, man, machinery, material. Men is also called, വേറൊരു പേരെന്താണ് മെന്നിനെ നമ്മൾ പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ മാൻ പവർ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, രണ്ടായാലും ഒന്ന് തന്നെയാണ്. Then it's a major component of an organization.
നേച്ചർ കമ്പോണന്റ് ഏതാണ്? ഹീര രാജേഷ്. ഹീര. Human resources. Yes, very good. Then വർക്ക്പ്ലേസില് പീപ്പിൾസിന്റെ സ്പെസിഫിക് മോട്ടീവ്സ് ഏതൊക്കെയാണ്? വർക്ക്പ്ലേസിലെ സ്പെസിഫിക് മോട്ടീവ്സ് ഏതൊക്കെയാണ് ചോദിക്കുന്നതാണ്. നിമിഷ ഫാറൂഖ്. നിമിഷം എന്തെന്നില്ല. ആര്യ വിജയൻ. ആര്യ. നിമ്മി ജോസ്. പറയാം. ഓരോരുത്തർ രണ്ടുപേരും പറഞ്ഞോളൂ ഓരോ പോയിന്റ്സ് വെച്ച്. Specific motive like aim to employment, to get employment, to have better prospects in future, to be tired as human being while they are at the place of work. Okay, very good. Yes. Thank you. Yes, okay. It's very important and challenging job managing people because of the dash of the people. എന്താണ്? Dynamic. Dynamic nature of the people. വേറൊരു കാര്യം ടീച്ചർ പറയട്ടെ. ഇപ്പൊ നമ്മളിപ്പോ പേര് വിളിച്ച് സംസാരിച്ചില്ല, മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഈ കോൺവോക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, അറിയാലോ നിങ്ങൾക്ക്. കോൺവോക്കേഷൻ സെറിമണി, സർട്ടിഫിക്കറ്റ് സെറിമണി, ഇതിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആരും അറിയാൻ പറ്റില്ല കേട്ടാ. യെസ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ അറിയാൻ പറ്റും, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടും. പക്ഷെ എനിക്ക് തിരിച്ചാരും അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ സംസാരിക്കാം കേട്ടോ. അത് നോക്കി വായിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കാറ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും നമ്മൾ ചോദിക്കാറില്ല. അപ്പൊ എല്ലാവരും സംസാരിക്കണം കിട്ടുന്നത് പോലെ. പേരൊക്കെ പതിയെ ഞങ്ങൾ പഠിച്ചോളാം. യെസ്, ഓക്കെ. ഓക്കെ, അത്ര മതി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay, thank you. Thank you. മഴയൊക്കെ മാറിയോ നിങ്ങളുടെ അവിടെ? കുറഞ്ഞോ? ഇല്ല, നല്ല മഴയാണ്. നല്ല മഴയാണ്. ഓക്കെ.